20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 255 റൺസ് എന്ന ഫസ്റ്റ് ഇന്നിംഗ്സ് ടോട്ടൽ ഇന്ത്യ പോസ്റ്റ് ചെയ്യുമ്പോൾ 256 വേണം ഇന്ത്യക്ക് ജയിക്കാൻ. അധികം സംസാരിച്ച സമയം കളയുന്നില്ല. ഞാൻ നേരെ വിഴിഞ്ഞത്തേക്ക് സാരംഗ് സുധാകരൻ ഉള്ളിടത്തേക്ക് പോവുകയാണ്. സാരംഗെ, നമ്മൾ അവിടെ പോയത് വെർത്തായി. വിഴിഞ്ഞത്തുകാരൻ മലയാളി പയ്യൻ സഞ്ജു സാംസൺ അവിടെ മൂന്നാം തവണ അടുപ്പിച്ച് 80-ന് മുകളിൽ അടിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്കും കാണികൾക്കുമൊക്കെ സന്തോഷമല്ലാതെ എന്താ കാണുക? അവിടെ പടക്കം പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു. പ്രതികരണങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്താണ് അവിടെ ഉള്ളവർക്ക് പറയാനുള്ളത്? ഹരി, ഓരോ ബൗണ്ടറിക്കും ഇവിടെ പടക്കം പൊട്ടിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ്. പക്ഷെ എന്നാലും ഉള്ള ഫാൻസോട് എങ്ങനെയുണ്ടായിരുന്നു സഞ്ജുവിന്റെ പെർഫോമൻസിന് ഒന്നും തന്നെ പറയാനില്ല. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. 3 കളി തുടർച്ചയായിട്ടുള്ള കൺസിസ്റ്റൻസി നിലനിർത്തിയിട്ടുണ്ട്. 80-ന് മുകളിൽ 3 കളി അടുപ്പിച്ച് ഇന്ത്യ പുറത്താകുന്ന പറഞ്ഞാൽ പ്രീ ക്വാർട്ടർ ഫൈനലിൽ, സെമി ഫൈനലിൽ 89. അപ്പൊ നിനക്ക് ഫൈനലില് ക്രൂഷ്യൽ ടൈമിലുള്ള വിക്കറ്റ് പോയിട്ട് പോലും അടി നിർത്താതെയുള്ള 89. ഇതൊക്കെ ഭയങ്കര സന്തോഷം. പക്ഷെ സെഞ്ചുറി മിസ്സായ ചെറിയ സങ്കടമുണ്ട്. 3 കളിയിൽ സെഞ്ചുറി അടിക്കാൻ പറ്റിയിരുന്നാൽ പക്ഷേ ടീമിന്റെ ആവശ്യം മുൻനിർത്തി വിക്കറ്റിന് വേണ്ടി സ്വന്തം സെൽഫ്ലെസ് ഇന്നിംഗ്സ് കളിക്കാൻ അടിച്ചു പറത്തി വിക്കറ്റ് ആയി പോയത്. നല്ല സന്തോഷമാണ്. ഫുൾ ഹാപ്പിയാണ്. ഫുൾ ഹാപ്പിയാണ്. എങ്ങനെയായിരിക്കും കപ്പടിക്കും? കപ്പടിയും പ്രതീക്ഷയുണ്ട്. 255 ഒരു ജയിന്റ് ടാർഗറ്റാണ് ന്യൂസിലൻഡിന് നേരണം. കാരണം ഒന്നാമത് ഇന്ത്യയിൽ വെച്ചാണ്, ഇന്ത്യൻ ഹോം സ്റ്റേഡിയമാണ്. അത് ഇന്ത്യൻ ഫാന് ഫുൾ ഫാൻസ് ഇന്ത്യക്കാരാണ്. അപ്പം അത് ചെയ്യിച്ചാൽ നല്ല പാടായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ കഴിഞ്ഞ കളിയുടെ ഇത് വെച്ച് ചെറിയൊരു മനസ്സിലൊരു ചെറിയൊരു പേടിയാണ്. കാരണം 250 റണ്ണിനാണ് സെമിയിൽ ഇന്ത്യ തോറ്റത്. പക്ഷെ എന്നാലും ഈ കളി ഉറപ്പായിട്ട് കമ്പാക്ക് ഉണ്ട്. വരുൺ ചക്രവർത്തിയുടെ കമ്പാക്ക് ഈ കളി ഉറപ്പായിട്ട് കാണാൻ പറ്റും നമുക്ക്. സഞ്ജുവിന്റെ കളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, സഞ്ജു വെരി നല്ല പ്ലെയറാണ്. ഞങ്ങളുടെ നാട്ടില് ഏറ്റവും അഭിമാന പ്ലെയറാണ്. ഞാൻ ഒന്നും പറയുന്നില്ല. ഞങ്ങളുടെ ജൂനിയേഴ്സാണ് ഇവിടെ വളർന്ന് വരാൻ പോകുന്ന സഞ്ജുമാരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെയുണ്ട് സഞ്ജുവിന്റെ കളി? എങ്ങനെയുണ്ട്? സഞ്ജു നല്ല തകർപ്പൻ കളിയായിരുന്നു. ഈ 3 കളിയും സഞ്ജു സാംസൺ അടിച്ചു പൊളിച്ചെടുത്ത് ഇന്ന് ഇന്ത്യ തന്നെ കപ്പടിക്കും. സഞ്ജു സാംസൺ അത് വാങ്ങിച്ചു കൊടുത്തിരിക്കും. അത് കുഴപ്പമില്ല. ഹാഫ് സെഞ്ചുറി എടുത്തല്ല, അത് മതി ഞങ്ങൾക്ക്. ഈ സ്റ്റേഡിയം ഇറങ്ങുമ്പോഴേ കപ്പിൽ ഒരു പൊന്നോമനെ മുത്തയിട്ടിട്ട് ആ പടി ഇറങ്ങും സഞ്ജു സാംസൺ. ഉറപ്പേ. കുഴപ്പമില്ല. ഇനി വിക്കറ്റ് കീപ്പിംഗ് നിന്നാ സൂപ്പറായിട്ട് കളിക്കോ. ഇനി ഈ ഇന്ത്യ തന്നെ കപ്പ് ഇവിടെ നിന്ന് കൊണ്ടിറങ്ങി ആശയെല്ലാം കാണിച്ച് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകും. ഉറപ്പ് ഇന്ത്യ തന്നെ കപ്പടിക്കും. എങ്ങനെയാണ് ഹരി? വലിയ ഉറപ്പാണ് ഇപ്പോൾ. കാരണം സഞ്ജുവിന്റെ പെർഫോമൻസും ഒപ്പം തന്നെ മൊത്തത്തിലുള്ള ടീമിന്റെ പെർഫോമൻസ് അടക്കം വലിയ പ്രതീക്ഷയിലാണ്. എങ്ങനെയാണ് സഞ്ജു? എങ്ങനെയുണ്ട് കളി? എങ്ങനെ? സഞ്ജുയുടെ കളി സൂപ്പറായിരുന്നു. പക്ഷെ എന്തിനാ തോറ്റ്? ഇന്ത്യ കപ്പടിക്കും. സെഞ്ചുറിന്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെഞ്ചുറി അടിച്ചില്ലല്ലോ. വിഴിഞ്ഞത്തിന്റെ കറുത്ത മുത്ത് ഇന്ന് സെഞ്ചുറി അടിച്ചില്ലെങ്കിൽ ഇന്ത്യ ജയിച്ചിരിക്കും. ഹാഫ് സെഞ്ചുറി എടുത്തേ ഞങ്ങൾക്ക് മതിയായി. ഒരു സെഞ്ചുറിനേക്കാളും കൂടുതൽ ടീമിന്റെ ഒരു പെർഫോമൻസ് ആണ് വലിയ രീതിയിൽ നമുക്ക്. എങ്ങനെയുണ്ട് കളി? സംശയമായിട്ട് കളിയില്ല. പക്ഷെ നല്ലൊരു സങ്കടമുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ഫസ്റ്റ് 100 അടിച്ചത് നമ്മുടെ റൈനാണ്. ആ റെക്കോർഡ് പൊടിക്കാൻ പറ്റില്ല. അതാണ് സങ്കടം. എങ്ങനെയാണ് വലിയ രീതിയിലുള്ള ആഘോഷം? ഇപ്പോൾ തന്നെ വിജയത്തിന്റെ ഒരു തുടക്കം ഇവിടെ എങ്ങനെയുണ്ട്? നല്ല രീതിയിലുണ്ട്. നല്ല പെർഫോമൻസ്. ഞാൻ പറയില്ലേ, ഞാൻ നിങ്ങൾ വരുന്ന പ്രതീക്ഷയില്ല. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഞാൻ നോക്കി നല്ല പെർഫോമൻസ് ആയിരുന്നു സഞ്ജുവിന്റെ. അറിയാലോ, അങ്ങനെയാണ്. വലിയൊരു ആഘോഷമായിരുന്നു ഇവിടെ. നമ്മൾ ഹരി നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഓരോ ബൗണ്ടറിക്കും പടക്കം പൊട്ടിക്കുകയായിരുന്നു. ചെറിയ രീതിയിലുള്ള ആഘോഷം വന്നായിരുന്നു, വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഞ്ജുവിന്റെ പെർഫോമൻസിനായിരുന്നു വളരെയധികം പ്രാധാന്യം. ഒപ്പം തന്നെ ടീം വലിയൊരു തന്നെയാണ്. നമുക്ക് അവിടെയുള്ള ആളുകളും അത്രയധികം ആവേശത്തിൽ തന്നെ കാണാൻ സാധിക്കും. എന്തായാലും ഓരോ ബൗണ്ടറിക്കും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ എന്റെ പുറകിൽ ഈ സ്ക്രീനിൽ കാണുന്ന മനുഷ്യന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടോ ഇല്ലോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. എന്തായാലും നമ്മളൊരു ഇടവേളയ്ക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.